അയ്യപ്പ ഭാഗവതം പാരായണം 49-ാം ദിവസം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. നിത്യം തപം ചെയ്ത് ഭക്തരെ പാലിപ്പാൻ സത്യമായി ബ്രഹ്മചര്യാവൃതമാറണം. ആപത്തണയുന്ന നേരത്തു മാത്രമായി ചാരത്തണയുന്ന ഭക്തരേക്കാൾ പ്രിയം. സന്തതമന്തരംഗത്തിലൻ ചിന്തകൾ ചന്തമായി പേരിടും ഭക്തരിലാണഹോ. ചിന്തയിൽ കൂടിയും എന്നെ നിനപ്പവർക്കെന്നുമേ ബന്ധുവും ദാസനും ഞാനഹോ. ഭക്തി വരുന്നേരമേറെയായി മാനവർ വിത്താശയോടുടൻ എന്നെ ഭജിച്ചിടും. ഭക്തർക്ക് വിത്തങ്ങളേകിടും ഞാനുടൻ ഭക്തരെ ഭംഗ്യാ പരീക്ഷിച്ചു കൊണ്ടിടും. വിത്തം ലഭിക്കുന്ന നേരത്ത് മാനവർ ഭക്തി നന്നായി മറന്നു തുടങ്ങിടും. ശക്തി ഞാനെന്ന ഭാവേന മുതാ അവർ സക്തരായ ജീവിതം അന്ന് തുടങ്ങിടും. ഞാനെന്ന ചിത്തം തുടങ്ങുന്ന നേരത്ത് ഊനമെന്നേ മമ കോപങ്ങൾ ലഭ്യമാം. ആകയാൽ അന്യത്വ ചിന്തയെന്നിയെ എന്നെ ഏകനാം നാഥനായി ചിത്തം നിനപ്പവർ എന്നുമേ യോഗവും ക്ഷേമവും നന്നായിട്ടെന്നാൽ വരിച്ച് സുഖിച്ചു രമിച്ചിരും. ഒന്ന് തന്നിടേണം പിന്നീട് മറ്റൊന്നും തന്നിടേണമേ മമ തമ്പുരാനെ എന്ന് എന്നോടപേക്ഷകൾ ചൊല്ലി ഭജിക്കലും എന്നുടെ ഭക്തർ അവരെന്ന് ചൊല്ലിടാം. അന്യർക്ക് നാശം വരുത്തുവാനായി മാം വന്നു ഭജിപ്പവർക്കെന്നുമേ നാരകം തന്നെ ഭുജിച്ചു വസിച്ച് മരിക്കുവാൻ തന്നെ വിധിയെന്നു മോതിടാം ഞാനിടോ. എന്നുടെ ഭക്തയായി മേവൂ സുലോചനെ ധന്യശീലേ അമിതാനന്ദമാളടോ. ദുഷ്ടനാകും കലിക്കന്ത്യം വരുന്ന നാൾ ഇഷ്ടയായി നിന്നെ ഞാൻ പത്നിയായി വീണ്ടിടാം. അന്നു തുടങ്ങിയിടും സത്യയുഗം മുത പിന്നെ പ്രിയതമയായി വരും ദേവിയും. ആകയാൽ ശക്തി സ്വരൂപിണി എങ്കിലും ദേവിയെ സോദരീ ഭാവത്തിൽ എന്നുടെ വാമഭാഗത്തിലിരുത്തി അനുഗ്രഹഭാവങ്ങൾ നിത്യവും നൽകും സുചിരാംഗി. അന്നപൂർണേശ്വരിയാകും മഹാമായേ നിന്നെയും വന്ധ്യയായി ഭക്തരാൽ വാഴ്ത്തിയിടും. അമ്മയായി ലോകരെ രക്ഷിപ്പതിന് നീ മഞ്ജമാതാവെന്ന നാമം ധരിക്കടോ. സർവൈക വന്ധ്യയാം മഞ്ജമാതാവിനെ ലോകമാതാവായി വാഴ്ത്തും ഭവതിക്ക്. മോഹനാകാരമാലയമൊന്നതും മാമക വാമപാർശ്വത്തിൽ ഭവിച്ചിടും. കാലം കലിയുഗമാകവേ ദേവിക്ക് ലോകമാതാവായി മേവാമവിടത്തിൽ. ഓർക്കുകയിൽ ഈ വിധം കാര്യങ്ങൾ ഓരോരോ ഭാഗ്യത്തിനായി ചതുർയുഗങ്ങൾ ഓരോന്നിലും ആക്കമോടെത്രയായി വന്നുവെന്നുള്ളതും ഓർക്കുവാൻ പോലുമേ ആകാ ഒരുവനും. ഇങ്ങനെ മാതാവായി ദേവിക്ക് അനുഗ്രഹം ഭംഗിയായേകിയ ദേവൻ ദയാപരൻ മംഗളശ്രീയേകി ചിത്തം കനിയുവാൻ വന്ധ്യയാം ലോകമാതാവും നമിച്ചുടൻ. ദേവദേവേശനും പോയി മറഞ്ഞപ്പോഴേ ദേവിയാം മഞ്ജമാതാവും കൃതാർത്ഥയായി മത്തയെന്നാകിലും ദുർവൃത്തയാകിലും സത്യസ്വരൂപനാം അയ്യപ്പ ശക്തിയാൽ ഭക്തയായി ഉന്മക്ത ഭക്തയായി മുക്തയായി നിത്യവും നിത്യയാം ശക്തിയായി ലോകമാതാവായ ഭക്തിപ്രദായമാകും കഥ ഇത്. ശുദ്ധരായി നിത്യവും അയ്യപ്പ ഭക്തരായി ചൊല്ലുക കേൾക്കുക ചൊല്ലിക്കൊടുക്കുക. കൈതവഹീനം നവാക്ഷരി ചൊല്ലുക ചെയ്തിടും ശുദ്ധരാം മർത്യസ്വരൂപികൾ. കൈതവമുക്തരായി സാധുശീലന്മാരായി ദൈവമാം അയ്യപ്പ ദേവന്റെ ഭക്തരായി ലോകസേവാർത്ഥം മരുവാൻ മാനസം പേറുമെന്നോതുന്നേൻ അമൃതസ്വരൂപരെ. സന്തോഷഭാവവും സന്തതി ഭാഗ്യവും ബന്ധുരാനുഗ്രഹാൽ കൈവരും നിർണയം. സത്യസ്വരൂപനാം അയ്യപ്പദേവന്റെ ഭക്തിപ്രദായകമാവും കഥ കേൾക്കിൽ ശാന്തിയും ശാശ്വത ഐശ്വര്യങ്ങളും ഫലം ഭക്തരായി തീർന്നിടും ഇല്ലേതുമേ. അന്തകൻ വന്നണഞ്ഞിടുന്ന നേരത്ത് ബന്ധവിച്ഛേദനം ചെയ്യുന്ന ബന്ധുവായി സന്താപനാശനൻ പന്തളം വാണവൻ ആപദ്ബാന്ധവനായി വരും സന്തതം. വങ്കയെന്നാകിലും നിൻപാദസ്പർശനം ഭംഗങ്ങൾ നീക്കി കനിയുവാൻ കാരുണ്യം അൻപോടരുളിതൻ ഭക്തയായി മഹിഷിയെ തമ്പുരാനഞ്ജസ മഞ്ജമാതാവായി കൽപ്പിച്ചവൻ വാർന്ന കാരുണ്യമെല്ലാം നിനയ്ക്കുകിൽ തമ്പുരാനെ മഹാകാരുണ്യവാരിതേ. അൻപോടിവൻ മൗലി തന്നിലും പൊൻപദം അൻപിനാലേറ്റി അനുഗ്രഹിക്കണമേ. വന്ദേ പദമഹം വന്ദേ പദമഹം ചെന്താമരാക്ഷ കനിഞ്ഞീടു സന്തതം. വന്ദേ പദമഹം വന്ദേ പദമഹം ശൈലേന്ദ്ര സഹ്യാദ്രി വാസിൻ നമോ നമാം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.